ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഓശാന ഈശനു സതതം, ഓശാന ഹോശാന ഹോശാന. ഇത് പാടുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ ഇളയ മകള് അനുഗ്രഹ ചെറുതായിരിക്കുമ്പോൾ പറയും എൻ്റെ പാട്ട് പാടല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മളാ വഴക്ക് പറയാനും അടിക്കാനും വരും. കാരണം കൊച്ചിൻ്റെ സ്വന്തം പാട്ടാണ്. ആ പ്രായത്തിൽ കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് കുരുത്തോലയൊക്കെ പിടിച്ചിട്ട് നമ്മൾ പള്ളിയിൽ ചെന്ന് കുരുത്തോല മേടിക്കുകയും കുരുത്തോല പ്രദക്ഷിണവും അതുപോലെ ഈ ഓശാന പാടി വരുന്നതൊക്കെ ആ കൊച്ചിൻ്റെ മനസ്സിൽ അന്ന് പതിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ പാട്ട് പാടല്ലേ, ഇതെൻ്റെ പാട്ടാണെന്ന് പറയും. കരയുകയും ചെയ്യും. എന്നിട്ട് എന്നാ പാടാൻ പറയുമ്പോൾ അത് പാടുമായിരുന്നു. അറിവ് ഓർമ്മ വെക്കുന്ന നല്ല പ്രായം വരെയൊക്കെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമുണ്ട്. അപ്പോൾ ഓശാന വിളികളും ഓശാന പ്രദർശനങ്ങളും അതുപോലെ കുരുത്തോല വെഞ്ചരിപ്പും ഏറ്റവും നീട്ടമുള്ള കുരുത്തോല മേടിക്കാനും ഒരു കുരുത്തോല മേടിച്ച് മറച്ചു പിടിച്ചിട്ട് ഒരെണ്ണവും കൂടെ മറ്റേ കയ്യിൽ മേടിക്കാനുള്ള പണ്ടത്തെ സൂത്രങ്ങളൊക്കെ ഓർക്കും. അതോടൊപ്പം തന്നെ കൊഴുക്കട്ട വലിയ ഓശാനായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇഷ്ടമുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് കേട്ടുള്ള ഒരു ഐതിഹ്യം ഇതാണ്. എന്തുകൊണ്ടായി കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്? യേശു ലാസറിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ യേശുവിന് മധുരം വെച്ച പലഹാരം ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഒരു ഓർമ്മയാണെന്നും പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു മധുരത്തിന് ശേഷം നമ്മളൊരു ദുഃഖവെള്ളിയിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഇതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഓശാന സങ്കീർത്തനം 118 25ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഈ തുടർന്നുള്ള 6 ദിവസങ്ങളിൽ ഇന്നുൾപ്പെടെ 6 ദിവസങ്ങളിൽ ഒരു 33 പ്രാവശ്യം വീതം ഈ വചനം ഏതെങ്കിലും പ്രത്യേക ഒരു നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം ഈ വിശുദ്ധ വാരത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ അനുഗ്രഹങ്ങൾ ഈ നോയമ്പിൻ്റെ സമാപന ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേൽ ജനം പാടിയ ആ വരികൾ, സങ്കീർത്തന വചനങ്ങൾ ഒന്നും കൂടെ പറയുകയാണ്. സങ്കീർത്തനം 118:25, കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. അതാണ് ഓശാന. ഓസിയാന എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് ഓശാന എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ദൈവജനം ശിഷ്യഗണം ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം യേശു കടന്നു വരുമ്പോൾ യേശുവിൻ്റെ പ്രവചനപ്രകാരമുള്ള ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൽ, എന്നാൽ ഒരു രാജാവ് സാധാരണ കടന്നു വരുന്നത് കുതിരപ്പുറത്താണ്, പക്ഷേ യേശു കടന്നു വരുന്നത് കഴുതപ്പുറത്താണ്. ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം 31-ാം വാക്യത്തിൽ യേശു ആളെ പറഞ്ഞേക്കുമ്പോൾ ആരെങ്കിലും എന്തുകൊണ്ടാണ് ഈ കഴുതയെ അഴിക്കുന്നത് ചോദിച്ചാൽ കർത്താവിന് അതിനെ ആവശ്യമുണ്ട്. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, നമുക്ക് വിലയില്ല, ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴും ഒരു അഹങ്കാരത്തിൻ്റെ പ്രതീകമായ, ഒരു അധികാരത്തിൻ്റെ പ്രതീകമായ കുതിരയെ അല്ല, എളിമയുടെ പ്രതീകമായ കഴുതയെയാണ് തമ്പുരാൻ പോലും അന്വേഷിക്കുന്നത്. കർത്താവിന് അതിനെ ആവശ്യമുണ്ട്. ഇന്ന് ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു വിധവയാണ്, എനിക്ക് പഴയ പോലെ വരുമാനം ഇല്ല, കയ്യിലുള്ളതെല്ലാം തീർന്ന് രോഗിയായി കിടക്കയിലാണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴും ആരും തിരിഞ്ഞു നോക്കില്ല എന്നില്ല എങ്കിലും ഓർക്കുക, കർത്താവിന് അതിനെ ആവശ്യമുണ്ട്. കർത്താവ് എൻ്റെയും നിങ്ങളുടെ കൂടെ കൂടിയാൽ എല്ലാം മറിയും. ലൂക്കാസ് സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപം എത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത കാര്യങ്ങൾ ഉച്ചത്തിൽ ഘോഷിക്കുകയും കിട്ടിയ കാര്യങ്ങൾ പറയാൻ മടി കാണിക്കുകയും. നന്ദി പറയുന്നത് നാണക്കേടാണ്. അല്ലാത്ത സീരിയലിനും ക്രിക്കറ്റ് കളിക്കും ആഘോഷങ്ങൾക്കും സൂപ്പർ സ്റ്റാറിനൊക്കെ വേണ്ടി ആരവവും ആഘോഷവും സ്തുതി പ്രകടനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തെ സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ വരുമ്പോൾ കുർബാനയുടെ അടുത്ത് നിന്ന് പൂർണ്ണ മനസ്സോടെ കൂടുന്നതൊക്കെ പറഞ്ഞാൽ, ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിന് വരുന്ന കാര്യം പറഞ്ഞാൽ എല്ലാം നാണക്കേടും കുറവുകളും അലസതയുമാണ് മനുഷ്യന്. അപ്പോൾ
ഇതാ അവർ യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ചെറിയ ഒച്ചയിലല്ല പറഞ്ഞത്, ആർത്തു വിളിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. കാരണം ഉറക്കത്തിൽ പറയേണ്ട, ഉയരത്തിൽ പറയേണ്ട, ഒച്ചയിൽ പറയേണ്ട കാര്യങ്ങൾ ഉച്ചത്തിൽ അവർ പറഞ്ഞു. ഇന്ന് നമുക്കിതൊരു ദൃഷ്ടാന്തമാണ്. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവച്ചു, ഉടൻ ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് കല്ലുപോലുള്ള ഹൃദയങ്ങൾ മെഴുകുപോലെ ഉരുകണം. യേശു തൻ്റെ മഹത്വത്തോടെ ഉത്ഥാനം ചെയ്തപ്പോൾ പാറകളെ പിളർത്തിക്കൊണ്ട്, അതുപോലെ യേശു കുരിശിൽ മരിച്ചപ്പോൾ ഭൂമി പിളർന്നു എന്നും ദേവാലയത്തിൻ്റെ തിരശ്ശീല നെടുകെ കീറിയെന്നെല്ലാം കാണുകയാണ്. അതുകൊണ്ട് ഉന്നതമായ അധികാരം, ഉന്നതമായ ശക്തി നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുമ്പോൾ കല്ലുപോലുള്ള ഹൃദയങ്ങൾ ഇതാ മെഴുകുപോലെ ഉരുകണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാം എൻ്റെ ഫറവോ എന്ന് പറയും, അതായത് വേറെ ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ പഠിപ്പുകൊണ്ട്, ഞാൻ ജോലി എടുത്തുകൊണ്ട്, എൻ്റെ നേട്ടം കൊണ്ട്, ഇതുപോലെ ജോലി എടുത്തിട്ടും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടും ഇതുപോലെ പഠിച്ചിട്ട് ഉയരാൻ പറ്റാത്ത എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ടെന്ന് കണ്ണു തുറന്ന് കാണുക. ദൈവത്തിൻ്റെ കൃപ കൂടെ ലഭിക്കുമ്പോൾ മാത്രമാണ് എന്തെല്ലാം ഉണ്ടായാലും അത് ഉയരത്തിലെത്തിക്കുന്നതും അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്നത്. വീണ്ടും കാണുന്നുണ്ട് യേശുവിൻ്റെ ഈ രാജകീയ പ്രവേശം പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതാ പ്രവചനപ്രകാരം സഖറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കുതിരപ്പുറത്തല്ല, യേശു കഴുതപ്പുറത്താണ് രാജകീയ പ്രവേശം ചെയ്തത്. സഖറിയ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അതായത് ഈ കഴുതയെ കൊണ്ടുവന്ന് കെട്ടിയിടെന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു കഥ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാ ജീവികളുടെയും ആദ്യജാതന്മാരെ ദൈവത്തിന് സമർപ്പിക്കും, ദൈവത്തിന് അവകാശപ്പെട്ടതാണ് കടിഞ്ഞൂലുകളെ. അപ്പോൾ ഇതാ ആ കഴുതക്കുട്ടിയെ അത് കടിഞ്ഞൂലായതുകൊണ്ട് ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് കെട്ടിയിട്ടിരുന്നതായിരുന്നുവെന്നും, എന്നാൽ അതിനെ കർത്താവ് വീണ്ടെടുക്കുകയാണ്. ഇതുപോലെ ഒരു വീണ്ടെടുപ്പ് ഇസ്രായേൽ ഒരു യേശുവിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശനത്തെയാണ് കാണുന്നത്. നമുക്കറിയാം, ഇന്ന് അധികാരം കൊണ്ട് മത്തുപിടിച്ച ലോകത്ത് ഏത് കളിയും കളിച്ച് എതിരാളികളെ തകർക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമുക്കുള്ളത്. ഇമേജ് തകർക്കാൻ എന്തും ചെയ്യും, ആരെയും അറസ്റ്റ് ചെയ്യും, ഏത് കള്ളക്കഥകളും ഉണ്ടാക്കും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ ഇവിടെ ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുകയാണല്ലോ, ഇങ്ങനെയുള്ള പല കഥകളും കാണുന്നു. എന്നാൽ യേശു, ദൈവപുത്രനായ യേശു എളിമയുടെ പ്രതീകമായിട്ട് കടന്നു വരുന്നു. ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കലും ഒരു കുതിരയും കഴുതയും തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ ഈ കുതിര വലിയ അഹങ്കാരത്തോടെ ഈ കഴുതയോട് ചോദിക്കുകയാണ്, നീ ആരാണ്, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന്. അപ്പോൾ കഴുത പറഞ്ഞു, ഞാനൊരു നിസ്സാരനാണ്, കഴുത എന്ന് എല്ലാവരും എന്നെ വിളിക്കുന്നത്, വഴക്കിടുമ്പോഴൊക്കെ എൻ്റെ പേരാണ് അന്യോന്യം കുറ്റപ്പെടുത്താനായിട്ട് അവർ വിളിക്കാറ്. അപ്പോൾ കുതിര പറഞ്ഞു, ഞാനാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കയറിയ കുതിരയാണ്, എൻ്റെ പുറത്ത് കയറിയാണ് അലക്സാണ്ടർ ചക്രവർത്തി സാമ്രാജ്യങ്ങൾ കീഴടക്കി ലോകത്തിൽ വിജയം നേടിയത് എന്ന്. എന്നാൽ അപ്പോൾ നീ ആരാണ്, നിനക്കെന്താ പറയാനുള്ളത്? വേഗം ഈ കഴുത തലതാഴ്ത്തിക്കൊണ്ട് എളിമയോടെ പറഞ്ഞത്രേ, ഇതാ നിന്നെപ്പോലെ വലിയ ലോകം ചുറ്റി അറിവോ പഠിപ്പോ യാത്രയൊന്നും എനിക്കില്ല, പക്ഷെ ഞാൻ വെറും ഒരു കഴുത, ഒരു നിസ്സാരനാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, കർത്താവായ യേശു തൻ്റെ രാജകീയ പ്രവേശനം നടത്തിയത് എൻ്റെ പുറത്ത് കയറിയാണ്. അത് കിലോമീറ്റർ കണക്കിനൊന്നും രാജ്യത്തിൽ നിന്ന് രാജ്യങ്ങളിലേക്കൊന്നുമല്ല, ഇതാ ഏറ്റവും ചെറിയ ഒരു യാത്രയാണ് നടത്തിയത്. ഇതാ ആ കുതിര എളിഭ്യനായി പോയി എന്ന് ഈ കഥയിൽ പറയുകയാണ്. എളിമയുടെ പ്രതീകമായ ആ കഴുതയുടെ പുറത്ത് എത്ര ഭാരം വെച്ചു കൊടുത്താലും വരുന്ന പരാതി ഇല്ലാതെ വഹിക്കുന്ന ഒരു ജീവിയാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ആഗതനായ ദൈവപുത്രനായ യേശു അന്ന് ഓശാന പാടി തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചുകൊണ്ട് ഒലിവില കൊമ്പുകളും പനയോലകളും ഏന്തിക്കൊണ്ട് യേശുവിന് ഓശാന പാടിയ ജനം 6 ദിവസം പൂർത്തിയാകുമ്പോഴേക്കും ഇതാ അവനെ ക്രൂശിക്കുക,
ബറാബാസിനെ, കള്ളനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് ആക്രോശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ സ്തുതിപാഠങ്ങൾ എവിടെ? ആരെങ്ങളുടെ ഒരു വീഴ്ച, ഒരു തകർച്ച കാണുമ്പോൾ ഇന്ന് നമ്മൾ ആ കൂട്ടത്തിൽ കൂടുന്നവരാണോ? ഇല്ലാ കഥകളും കെട്ടുകഥകളും മെനഞ്ഞെടുക്കുന്നവരാണോ? നുണ കൊണ്ട് മെനഞ്ഞ് ഉള്ള ഒരു പൊള്ളയായ ഒരു അവസ്ഥയിലാണോ? യേശു ദാനം ചെയ്തിട്ട് പോലും ഇപ്രകാരം നുണപ്രസ്താവനകൾ, യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം കട്ടുകൊണ്ടുപോയതാണെന്നുള്ള കഥ ഇന്നും പരിസയന്മാരുടെ യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അവസാനിപ്പിച്ചുകൂടെ? നമുക്ക് നമ്മിലേക്ക് തന്നെ റിയാലിറ്റിയിലേക്ക് കടന്നു വരാം. ദൈവത്തിനായ യേശുവിനെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരത്തിന് വേണ്ടി വിശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങാം. ഹെബ്രായർ 12:14 പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. അതുകൊണ്ട് ഈ വിശുദ്ധ വാരം, ഈ നോയമ്പ് കാലഘട്ടത്തിൻ്റെ ഈ സമാപനത്തിൽ നമുക്ക് നമ്മുടെ പഴയ ദുശീലങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, പൊള്ളയായ ദുർഭാഷണങ്ങൾ, നുണപ്രചാരണങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിലേക്ക് തിരിയാം. ഈ കേട്ട വചനം സങ്കീർത്തനം 118:25, കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. വേറെ ആർക്കും ഈ ലോകത്ത് എന്നെയും നിങ്ങളെ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. വീണ്ടും പറയുന്നു, കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ, ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഈ വചനം ആത്മാർത്ഥതയോടെ ഈ ദിവസങ്ങളിൽ, ഈ 6 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ വീഡിയോകളും വചനങ്ങളും പ്രോഗ്രാമുകളുമായി ഈ വിശുദ്ധ വാരങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിനെ തുടർന്ന് വചനം പറയുന്നു, സങ്കീർത്തനം 118:25 മുതൽ ആവർത്തിച്ച് വീണ്ടും താഴേക്ക് 26, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, ബലിപീഠത്തിങ്കലേക്ക് നീങ്ങുവിൻ, അങ്ങാണ് ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും, അവിടെ നിന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും എന്ന്. അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട്, വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് ഒഴിച്ചുകൊണ്ട്, ദിവസവും ഇതാ നമുക്ക് പറ്റാതിരിക്കണമെങ്കിൽ മാർക്കോസ് 12:24, വിശുദ്ധ ലിഖിതമുള്ള ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് ദൈവവചനം ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വിശുദ്ധ വാരങ്ങളിൽ, ഈ നോയമ്പ് കാലഘട്ടങ്ങളിൽ ദൈവോന്മുഖമായിട്ട് നമുക്ക് ജീവിക്കാം. ഇന്ന് സഭയും അതേ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഈ കഴുതയുടെ പുറത്ത് കയറി എളിമയുടെ മാതൃക സ്വീകരിച്ച ആ എളിമയുടെ, ആ വിനയത്തിൻ്റെ മാതൃകയിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ കർത്താവിനായ യേശുവിനെ സ്തുതിക്കുന്നവരും അനുഗമിക്കുന്നവരുമായി നമുക്ക് മാറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓശാന, ഓശാന, ഓശാന.